ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രാവിലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല 2-3 ജ്യൂസുകൾ, ഓക്കെ, നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന 2-3 ജ്യൂസുകൾ വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചുണ്ടാകുന്ന ജ്യൂസുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടിന് മുമ്പ് ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി പ്രീ വർക്കൗട്ട് ജ്യൂസ്, നിങ്ങളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ജ്യൂസ്. നമ്മൾ ഈ വർക്കൗട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയേറെ ക്ഷീണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾ കുടിച്ചിട്ട്, നിങ്ങളൊരു വർക്കൗട്ടിന് മുമ്പ് ഒരു 20 മിനിറ്റ് മുമ്പ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അടിപൊളി സാധനമാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ടിന് ശേഷം വരുമ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് എനർജിയൊക്കെ ലോസ് ആവും. ആ പോയ എനർജിയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന ഒരു ജ്യൂസാണ് ഇത്. വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഈ സ്കിന്നിനൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടാക്കാനും അതുകണക്ക് ഒരുപാട് ഗുണങ്ങൾ, നിങ്ങൾക്ക് കരളിനൊക്കെ ആരോഗ്യം ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്ന ജ്യൂസുകളാണ്. അപ്പം നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ജ്യൂസിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് നമ്മുടെ മാർക്കറ്റുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അധികം വിലയൊന്നുമില്ലാത്ത സാധനങ്ങളാണ്. അപ്പം നമ്മൾ ആദ്യം നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രീ വർക്കൗട്ട് എന്ന് വെച്ചാൽ വർക്കൗട്ടിന് മുമ്പ് നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഓക്കെ, അപ്പം ഞാൻ ജ്യൂസ് അടിക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നില്ല, ഒരുപാട് വീഡിയോ ലെങ്തായി പോകും. ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് പ്രീ വർക്കൗട്ടിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബീട്രൂട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബീട്രൂട്ട് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കുക. ഓക്കെ, ഇത്ര മാത്രം, ഈ ഒരു സൈസിലുള്ള ഒരു ബീട്രൂട്ട് മതിയാവും. ഇതിനെക്കാട്ടി അല്പം വലിയ ഒരെണ്ണം എടുത്താലും കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഓക്കെ, ഇഞ്ചി ഇപ്പം എൻ്റെ കയ്യിലിവിടെ ഇല്ല. അപ്പം ഇഞ്ചിയാണ് വേണ്ടുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. ഒരു ചെറിയൊരു നാരങ്ങയുടെ ഒരു പീസ്, നമുക്ക് അധികമൊന്നും വേണ്ട, ഒരല്പം. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് പുതിനയില മേടിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതും കൂടെ മേടിച്ച് നോക്കുക. പുതിനയില അടിപൊളി ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം അതും കൂടെ മേടിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ബീട്രൂട്ട് എടുത്ത് ഒന്ന് സ്ലൈസായിട്ട് മുറിച്ച് റെഡിയാക്കി കഴുകി നിങ്ങൾ ജ്യൂസറിലിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിക്സിയിലിട്ടതിന് ശേഷം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അതിന് നല്ലോണം ഗ്രൈൻഡ് ചെയ്യുക. അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ പുതിനയിലയും ഈ ഇഞ്ചിയുടെ ചെറിയ കഷ്ണവും അതിനകത്തായിട്ട് ഇടുക. അതിനുശേഷം നിങ്ങളിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക മിക്സിയിൽ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അടിച്ച് കിട്ടിയതിന് ശേഷം കിട്ടുന്ന ആ ഒരു ലായനി, അത് നമ്മൾ ഒരു കോട്ടൺ തുണിക്കകത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് അരിച്ചെടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ജ്യൂസ് ഉപയോഗിക്കാം. നിങ്ങൾ വർക്കൗട്ടിന് ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കുക. സൂപ്പർ സാധനമാണ്. നിങ്ങൾക്ക് യാതൊരു പ്രീ വർക്കൗട്ടായിട്ട് വേറെ ഒരു സാധനം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കഴിച്ചുകൊണ്ട് നിങ്ങൾ നേരെ വർക്കൗട്ടിന് പോയാൽ മതി. സൂപ്പർ എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ബീട്രൂട്ട്, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പുതിനയില ആൻഡ് ഇതിനൊക്കെയുള്ള ഒരു ചെറിയൊരു നാരങ്ങയുടെ പീസ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രീ വർക്കൗട്ട് ജ്യൂസ്. അടുത്തായിട്ട് വെച്ചാൽ അടുത്ത ജ്യൂസ് പരിചയപ്പെടുത്താൻ നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് ജ്യൂസ്. നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം വന്നതിന് ശേഷം നമുക്ക് ഏത് ജ്യൂസാണ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. നമുക്ക് പ്രീ വർക്കൗട്ട് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിനൊക്കെയുള്ള 2 പീസ് ക്യാരറ്റ് എടുക്കാം. ഓക്കെ, ക്യാരറ്റ് നല്ല തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഇതാണ്ട് ഒരു ആപ്പിളിൻ്റെ പീസ്, ഇതാണ്ട് ഇതൊരു ചെറിയ കട്ട് ചെയ്ത ഒരു ആപ്പിളിൻ്റെ ബാക്കിയാണ്. ഒരു ആപ്പിളിൻ്റെ പീസ്, അതേ കണക്ക് തന്നെ ഇതാണ്ട് 2 നെല്ലിക്ക. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില, അതിന് തന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, ആപ്പിളിൻ്റെ ഒരു കഷ്ണം, അതിനെ കൊണ്ട് 2 ക്യാരറ്റ്, 2 മീഡിയം സൈസ് നെല്ലിക്ക, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിനയില ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് മിക്സിക്കകത്തിട്ട് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അരിച്ച് ആ ഒരു ലായനി, ആ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഇതിനകത്ത് പഞ്ചസാരയോ മറ്റുള്ള ഒരു കാര്യങ്ങളോ ചേർക്കരുത്. നല്ല ടേസ്റ്റാണ്. ഈ പുതിനയുടെ ടേസ്റ്റും ഈ നെല്ലിക്കയുടെ ടേസ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേകണക്ക് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എനർജിയൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാൻ പറ്റും. അടിപൊളി ജ്യൂസാണ്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. അതിനൊക്കെ തന്നെ ക്യാരറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്.
ഓക്കെ, ബീറ്റ കരോട്ടിനൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ്. അതിനൊക്കെ ആപ്പിൾ വളരെ ഗുണകരമായിട്ടുള്ള സാധനമാണ്. ആപ്പിൾ എന്ന് പറയുന്നത് അതിനൊക്കെ ഇഞ്ചി നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ്. പുതിനയില ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനമാണ്. അപ്പം ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു ജ്യൂസ് നിങ്ങൾ വർക്കൗട്ടിന് ശേഷം അടിച്ചു നോക്കൂ. നിങ്ങളെ പോയ എനർജി എല്ലാം തിരിച്ചു കിട്ടി നിങ്ങൾ നല്ല ആ ഒരു ദിവസം മൊത്തം നിങ്ങൾ നല്ല എനർജിക്കും നല്ല ഹെൽത്തി ആയിരിക്കും. ഓക്കെ, എനിക്കിപ്പം സമയമല്ല എത്ര നല്ല ഞാനത് മിക്സറിനകത്ത് അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. ഞാൻ ഈ സാധനമാണ് ബീട്രൂട്ടും ഇത് കണക്ക് തന്നെ ചെറിയൊരു നാരങ്ങയുടെ പീസും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് അടിച്ച് ജ്യൂസാക്കിയിട്ട് ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചേക്കും. ഓക്കെ, ഒരു കുപ്പിയിൽ അടച്ചു വെച്ചേക്കും. അത് രാവിലെ വർക്കൗട്ടിന് ഒരു അരമണിക്കൂർ മുമ്പ് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകും. വളരെ എഫക്റ്റീവാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നല്ല എനർജി ആയിരിക്കും. നിങ്ങൾക്ക് എത്ര നേരം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്താലും നിങ്ങൾക്ക് യാതൊരു ക്ഷീണവും അനുഭവപ്പെടത്തില്ല. ഓക്കെ, ബീട്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് നമുക്ക് വിളർച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന, രക്തക്കുറവിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന, നമ്മുടെ കരളിൻ്റെയൊക്കെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് ഈ ബീട്രൂട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഈ 2 ജ്യൂസുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് പ്രീ വർക്കൗട്ടായിട്ടും പോസ്റ്റ് വർക്കൗട്ടായിട്ടും ഉപയോഗിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ജ്യൂസുകൾ കഴിക്കുക. നിങ്ങൾക്ക് നല്ല ഗുണപരമായിട്ടുള്ള അടിപൊളി ജ്യൂസുകളാണ്. നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തരുന്ന ജ്യൂസുകളാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.